8 മണിയാവും. ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറ് എനിക്ക് ഭക്ഷണം എനിക്ക് വേണ്ട, ഞാൻ ഉണ്ടാക്കി തന്നു. ഓരോ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് വെക്കും. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇവൻ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അവനവന്റെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കള കൂട്ടിയിട്ടുണ്ടോ? അവന്റെ വസ്ത്രം അലക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ മഹാഭൂരിപക്ഷ ആളുകൾ അവനവന്റെ അണ്ടർവെയർ വരെ അലക്കൂലെന്ന്. അവനവന്റെ അണ്ടർവെയർ വരെ അലക്കൂല. അത് അമ്മേനെയോ പെങ്ങളെയോ ഭാര്യനെയോ ഏൽപ്പിക്കും. ഇപ്പൊ കുറെ ആൾ വിചാരിക്കുന്നുണ്ട് ഇയാളെ വിളിച്ച ആപത്തായല്ലോ. കുട്ടികള് അവനവന്റെ വസ്ത്രം അലക്കാൻ അവനെ പഠിപ്പിക്കണം. വീട്ടുകാര്യങ്ങൾ അവനെ കൂടെ ചേർക്കണം. അത്യാവശ്യം കൃഷിയുടെ കാര്യങ്ങളിൽ അവൻ ഇടപെടണം. എങ്ങനെയാ ഒരു പയറൊന്നും നടാൻ പഠിപ്പിക്കണം. അതിലൊക്കെ അവന്റെ ജീവിതത്തിന് വേണ്ടതാണത്. അല്ലാതെ നിങ്ങൾക്ക് ആ പയറ് പറിച്ചിട്ടുള്ള വരുമാനമല്ല വിഷയം. അതുകൊണ്ട് ഡൈവേഴ്സിറ്റി കോഷ്യന്റ് വേണം, പിന്നെ സയൻസ് കോഷ്യന്റ് വേണം. അന്ധവിശ്വാസികളാവരുത് മക്കളെ. ദൈവവിശ്വാസിയായിക്കോട്ടെ, അവന്റെ സമാധാനത്തിന് ദൈവവിശ്വാസിയായിക്കോട്ടെ. അല്ലാതെ ദൈവത്തിന്റെ അടുത്ത് ദൈവം എപ്പോഴും ഈ ലോട്ടറി എടുക്കുന്നവരും വരം ചോദിച്ചു പോകുന്നവരും ഒരേ ടീമാ. ഇതെപ്പോഴും കിട്ടും എന്ന് പറഞ്ഞിട്ട് നടക്കുക. ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പാട്ടുണ്ട്. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ത വരന്ത വൃന്ദ വനന്ത വനന്ത. ഏറ്റവും വൃത്തികെട്ട പാട്ടാണ്. വരന്ത വരന്ത. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബുദ്ധിയും നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൈകളും നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാലുകളും നിങ്ങളുടെ ഹൃദയവും ഈ പ്രകൃതിയും എല്ലാം ദൈവത്തിന്റെ വരമല്ലേ? പിന്നെയും വരവും എടുക്ക് ഒരേക്കറ വൃന്ദാവനം ഇങ്ങ് താന്നാ പറഞ്ഞേ. വൃന്ദാവനന്ത വനന്ത. വൃന്ദാവനോ എനിക്കൊരു 10 സെന്റ് ഇങ്ങോട്ട് പതിച്ചു താന്നല്ലേ ചോദിക്കുന്ന അർത്ഥം. ദൈവവിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. കഴിഞ്ഞ SLC റിസൾട്ട് വരുന്ന ദിവസം നീലക്കരിങ്കാളി അമ്പലത്തിന്റെ മുന്നിലൂട്ട് പോകുമ്പോ ഭയങ്കര തിരക്ക്. പരീക്ഷ കഴിഞ്ഞ കുട്ടികളെല്ലാം അമ്പലത്തിൽ വന്നിട്ട് മണ്ണാട്ട് പൈസ ഇടുക. ഞാൻ ഒറ്റ ചിരി. മോൻ ചോദിച്ചു എന്തിനാ ചിരിച്ചേ? ഞാൻ ഇങ്ങനെ നീലക്കരിങ്കാളിന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിച്ചാ. എന്തായിരുന്നു? ഞാൻ പറഞ്ഞു ഇവരുടെ പേപ്പർ മുഴുവൻ വാല്യുവേഷൻ നടത്തിയിട്ട് 3 ആള് ചെക്ക് ചെയ്തിട്ട് അത് മുഴുവൻ ടാബുലേഷൻ നടത്തി കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്ത് അത് മുഴുവൻ നെറ്റിലേക്ക് കണക്ഷൻ ആക്കാൻ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്റർ ബട്ടൺ അമർത്തുമ്പോൾ അത് നെറ്റിൽ അപ്ലോഡ് ആവും. ഇനി ലോകത്തിന്റെ ഏത് മൂലക്കുന്ന് ഇവന്റെ മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ആക്കാം. അങ്ങനെ റെഡിയാക്കി വെച്ച് ഇവൻ രാവിലെ പോയിട്ട് 100 രൂപ വണ്ണായത്തിൽ ഇട്ട പേരിൽ നീലക്കരിങ്കാളി തിരുവനന്തപുരത്ത് പോയിട്ട് ഇവന്റെ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്ക് കൂട്ടി കൊടുക്കുന്ന ആളാ ദൈവമെന്ന് ആരാ നമ്മളോട് പറഞ്ഞ? ദൈവം മാർക്ക് കൂട്ടി തരുന്ന ആളാണോ? എഴുതാത്തതിന് മാർക്ക് ഇട്ട് തരുന്നുണ്ടെങ്കിൽ അത് ദൈവമെന്നല്ല, സത്യത്തിൽ അസത്യമല്ലേ ചെയ്യുന്നത്. പരീക്ഷ എഴുതുന്നതിന്റെ തലേന്ന് ദൈവമേ ഞാൻ പഠിച്ചല്ല തോന്നിക്കണേന്നെല്ലാം പ്രാർത്ഥിച്ചോട്ടെ. അല്ലാതെ മാർക്ക് കൂട്ടിക്കൊടുക്കുന്ന ആളാണ് ദൈവമെന്ന് ധാരിക്കുന്നത് അവരിൽ വിശ്വാസം ഇല്ലാതാക്കല. അന്ധശാസ്ത്രബോധം വേണം. ഈ മൈക്കും ഈ വാച്ചും ഈ ഷർട്ടും ഈ ഫാനും എല്ലാം ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളാ. ആ ശാസ്ത്രബോധത്തിലേക്ക് വിസ്ഫോടനാത്മകമായി വികസിക്കാത്തത് കൊണ്ടാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഈ നാട് ഇപ്പോഴും പട്ടിണി റാങ്കിങ്ങിൽ 109ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കാരണം ശാസ്ത്രത്തെ ഉപയോഗിച്ച് മനുഷ്യനെ അവന്റെ ഇച്ഛാശക്തിയെ അവന്റെ ബുദ്ധിശക്തിയെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം ഇതെല്ലാം ദൈവം തരും പറഞ്ഞ് അടങ്ങിയിരുന്നു. കുറെ ആളിൽ ഇപ്പൊ ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്നു. എപ്പോഴും അടിക്കും എന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ്. എപ്പോഴും ദൈവം തരും. നോ, ദൈവം തന്നതാണ് നമ്മളെ. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ പ്ലസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് A+ ഉണ്ടാവുന്നത്. പ്ലസ് ചെയ്യണം. ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഇന്ന് കൂട്ടണം. അവനോട് പറയാ നമുക്ക് 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനാവാൻ 15 കൊല്ലമേ നമുക്കുള്ളൂ. അറിയോ? 75 കൊല്ലവും നമ്മൾ മൃഗജീവിത. മൃഗങ്ങളുടെ പ്രത്യേകത മൃഗത്തിന്റെ ശരീരം ഗുരുവും മനസ്സ് ലഘുവാണ്. ശരീരം പറയുന്നത് അനുസരിക്കും മനസ്സ്. മൃഗത്തിന് മൂത്രയിക്കണം, പശുവിന് മൂത്രയിക്കണം, ചാണോടണം തോന്നിയാൽ ശരീരം മുട്ടിയാൽ മനസ്സ് പറയാ അനങ്ങാണ്ട് കിടക്ക്, ടോയ്ലറ്റ് നോക്കി നടക്കുന്നൊന്നും പറയില്ല. ആടെ തന്നെ പാലും പതിച്ചിടൂ. എന്നാൽ നമ്മുടെ മനസ്സ് ഗുരുവും ശരീരം ലഘുവാണ്. അപ്പോഴാ ഗുരുത്വം ഉണ്ടാവുക. മനസ്സ് പറയാ അനങ്ങാണ്ട് കിടന്നോ പെരിങ്കോട്ടല്ലേ, അനങ്ങാണ്ട് കിടക്ക്, നമുക്ക് അടപ്പിടിച്ചു വെക്ക്, നമുക്ക് ടോയ്ലറ്റ് ഉള്ളപ്പോ മൂത്രയിക്കാം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുമ്പോൾ നമ്മൾ മനുഷ്യനാവും. ഒരു പട്ടിക്ക് റോഡിൽ നിന്ന് ഒരു പെൺപട്ടിയെ കണ്ടാൽ അപ്പൊ ഇണചേരാം. കാരണം അതിന്റെ ശരീരം ആവശ്യപ്പെടുമ്പോൾ മനസ്സതിന് കീഴ്പ്പെടും. അല്ലാതെ പള്ളിക്കാരനോമാരെല്ലാം വിളിക്ക് മാമോ പിന്നെ
മനസ്സമ്മതം ചോദിക്ക്, നിശ്ചയക്കാരെ അയക്കുന്നൊന്നും പറയൂല. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ പട്ടിയായി. അപ്പൊ ഗുരു ശരീരവും മനസ്സ് ലഘുവായി. അവിടെയാ നമ്മൾ ഗുരുത്വക്കേടുണ്ടാവുന്നത്. അത്തരത്തിൽ അവനവന്റെ ഇച്ഛാശക്തിയെ എക്സ്പ്ലോർ ചെയ്യുക, ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ മനസ്സിന് കഴിയുക. എന്തെങ്കിലും തോന്നുമ്പോ അപ്പോ ഈ പ്രായമുണ്ടല്ലോ, നിങ്ങളുടെ കുട്ടികൾ ടീനേജില്ലേ, ആ ടീനേജിൽ അവന്റെ ഉള്ളിൽ ഒരാൾ ഉണരും, അതറിയോ? അതിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. കുട്ടികളുടെ ഉള്ളിൽ ഹോർമോൺ ഉൽപാദനം പണ്ടത്തെ നമ്മളെല്ലാം ബാല്യത്തിൽ ഉണ്ടായിരുന്ന ഹോർമോണൊന്നും അല്ല ഇന്ന്, അറിയോ? നമ്മളെല്ലാം ബാല്യത്തിൽ എന്തുകൊണ്ടാ ഹോർമോൺ ഉണ്ടാണ്ട്? ഉച്ചക്കെന്ന കറി ചാക്കക്കുരു വെള്ളരിക്കും പോലെ, രാത്രിയോ വെള്ളരിക്കും ചാക്കക്കുരു പോലെ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാകുന്ന? ഇപ്പൊ തേങ്ങ ഇറക്കാത്ത കറിയുണ്ടാ, വറുത്തിടാത്ത കറിയുണ്ടാ, പൊരിച്ചോ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം ഉണ്ടോ? ഈ നല്ല എണ്ണയല്ലേ ചെല്ലുന്നത്. അത് അവന്റെ ഉള്ളിൽ ഹോർമോണായിട്ട് 13 വയസ്സ് മുതൽ അങ്ങ് ഉണരും. അതാ 13 മുതൽ 19 വരെയുള്ള ടീനേജ് ഈ ഹോർമോൺ അങ്ങ് ഉണരും. അതിനെ കൺട്രോൾ ചെയ്യാൻ അവന്റെ മനസ്സിന് പാകതയായിട്ടില്ല. അപ്പോഴാണ് മാരൻ കു ആകുന്ന അവസ്ഥ. കു എന്ന് പറഞ്ഞാൽ മോശമല്ലേ? കുപ്രസിദ്ധം മോശമല്ലേ? മാരൻ കു ആകുന്ന കാലാണ് കുമാരൻ, കുമാരി. മനസ്സിലായോ? മാരൻ അവന്റെ ഉള്ളിലുണ്ടാവും. അത് അവന്റെ കുറ്റമല്ല. എല്ലാവരുടെയും ഉള്ളിൽ കാമദേവനുണ്ട്, കാമവികാരം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് എവിടുന്ന കിട്ടിയേ? നിങ്ങളിൽ നിന്ന് കിട്ടിയല്ലേ? നിങ്ങൾക്ക് അതിലുള്ളതുകൊണ്ടല്ലേ ഓനുണ്ടായേ? സത്യല്ലേ? പറയുമ്പോ എന്നോട് ദേഷ്യം തരണ്ട. നിങ്ങൾക്ക് അതിലുള്ളതുകൊണ്ടല്ലേ ഓനുണ്ടായേ? അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓന് കിട്ടും. പക്ഷെ അത് ഈ പ്രായത്തിൽ അവന്റെ മനസ്സ് ആ ഹോർമോണിനെ മാനേജ് ചെയ്യാൻ കരുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ വൃത്തികേടിലേക്ക് പോവും. ഈ ഹോർമോണുകളാണ് അവന്റെ പല സ്വഭാവത്തെയും. ആ സമയത്ത് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെയും പെൺകുട്ടിക്ക് ആൺകുട്ടിയെയും കണ്ടാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി, രണ്ടാഴ്ച ഓർക്കുണ്ടാവില്ല. അത് അവന്റെ കുറ്റമല്ല, അവന്റെ ശരീരത്തിന്റെ കുറ്റ. അതിനെ നിങ്ങൾ നിഷേധിക്കരുത്, അതിനെ മാനേജ് ചെയ്യുക. ആ സമയത്ത് ആ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വരുന്ന പ്രായ. ധാര പറഞ്ഞ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന് പറഞ്ഞ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയെ കഥാപാത്രമാക്കിക്കൊണ്ട് MT എടുത്ത സിനിമയാണിത്. ആ സിനിമയിലെ പാട്ടാ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. അവന്റെ ഉള്ളിലെ ചന്ദനക്കിളി അടക്കം ചൊല്ലും. കാരണം അവന് സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ, ദുഃഖഭാരങ്ങൾ പങ്കുവെക്കാൻ ഒരാളെ കിട്ടുമെന്ന് നോക്കി നടക്കുക. അന്നേരം ആരില്ലാതിരിക്കുമ്പോ മയിലിനോടും കുയിലിനോടും നിലാവിനോടും ചോദിക്കും, കോടിക്കസവണിഞ്ഞാടിയുലയുന്ന കുളിർ നിലാവേ, നിനക്കുമുണ്ടോ എന്നെ പോലെ പറയുവാനരുതാത്ത സ്വപ്നങ്ങൾ? പുറത്ത് പറയാൻ പറ്റാത്ത സ്വപ്നം കാണും. അത് കുറ്റമല്ല. അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ അവനെ അംഗീകരിക്കണം. നിങ്ങൾ അവനെ അംഗീകരിക്കണം. അവന്റെ സ്വകാര്യതകളിൽ കയറി ഇടപെടരുത്. മൊബൈലിൽ എന്തെങ്കിലും നോക്കുമ്പോ ആരെല്ലാം കയറി ഇടപെടും. ചെല്ലിയാണ് എന്തെന്നാടാ നോക്കുന്നത്? അതിന് അവന് അവകാശമില്ലേ? പക്ഷെ മൊബൈല് സ്വകാര്യതയിൽ അമിതമായി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മൊബൈൽ നോക്കാൻ, മൊബൈല് ഇനി നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ മൊബൈൽ കാണാനുള്ള സമയം അവനോട് പറയാ. 90 വയസ്സിൽ 15 വയസ്സേ നമുക്ക് മനുഷ്യനാവോ. 35 കൊല്ലം നമ്മൾ ഉറക്കല്ലേ? 90 വയസ്സ് വരെ ജീവിക്കുന്ന ആള് 35 കൊല്ലം രാഹുൽ ഉറക്കാം. 24 മണിക്കൂറിലെ ഡെയിലി 8 മണിക്കൂർ ഉറങ്ങുന്നില്ലേ? അപ്പൊ 24ന്റെ 3/1 8അല്ലേ? അപ്പൊ 90ന്റെ 3/1 എത്രയാ? 30 കൊല്ലല്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോ 10-12 മണിക്കൂർ ഉറങ്ങൂലേ? നല്ല വയസ്സാവുമ്പോ കൂടുതൽ ഉറങ്ങൂലേ? അപ്പൊ ഒരു 5 എക്സ്ട്രാ ഉറങ്ങും. അപ്പൊ മൊത്തത്തിൽ 35 കൊല്ലം ഉറക്കാ. നമുക്കത് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ടാ. ഹോൾസെയിലായിട്ട് കൂട്ട് 35 കൊല്ലം നമ്മൾ ഉറക്കാം. നമ്മളെ പിന്നെ ബോധത്തോടെ നമുക്ക് 55 ബാക്കിയുള്ളൂ. 90 വരെ ജീവിക്കുന്ന ആള് അത്ര എത്താത്ത കയ്യിലും കുറഞ്ഞു. 55 ബോധമുള്ളൂ. ആ 55ൽ 10 കൊല്ലം തിന്നാൻ വേണോ? അറിയോ? തിന്നാൻ 10 കൊല്ലം വേണം. ഭക്ഷണം ഉണ്ടാക്കാൻ, പാചകം ചെയ്യാൻ, കഴിക്കാൻ, കൈ കഴുകാൻ, പാത്രം കഴുകാൻ, പല്ലിൻ്റെ ഉള്ളിൽ കുത്താൻ എല്ലാം കൂടി 10 കൊല്ലം എടുക്കൂ. ഒരായുസിനിടയിൽ തിന്നാൻ മാത്രം. ഇനി 45 ഉള്ളൂ. പകുതി പോയാ? പകുതി മൃഗത്തിന് വേണ്ടിയാ. തിന്നാൻ പോലല്ലോ, പോണ്ടേ പുറത്തേക്ക്? എല്ലാം ഇടം പിടിപ്പിക്കുക ഇല്ല. ടോയ്ലറ്റിലും കുളിമുറിയിലും ടോയ്ലറ്റിലും ഇരിക്കുന്ന 10 കൊല്ലം അറിയോ നിങ്ങള്? 10 കൊല്ലം ഇല്ലേലും പണ്ട് മുട്ടുമടക്കി ഇരിക്കുന്ന നാടൻ കക്കൂസായത് കൊണ്ട് മുട്ടുകടച്ചെടുത്തിട്ട് വേഗം എണീറ്റ് പോകും. ഇപ്പൊ സ്റ്റൂളുമേൽ ഇരിക്കും പോലെ നല്ല യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുക. ആടയും തിറ്റാ പിള്ളേർ പലതും ഡൗൺലോഡ് ആക്കുന്ന. മേലേന്നും ഡൗൺലോഡാ, താഴെന്നും ഡൗൺലോഡാ, രണ്ടും നടക്കൂ അല്ലേ? 10 കൊല്ലം കുളിമുറിയിൽ കക്കൂസിലുവാ.
മാത്രമല്ല പണ്ട് ഇലക്കറികളും പച്ചക്കറികളിലും ധാരാളം കഴിക്കുന്നതുകൊണ്ട് കുട്ടികൾ പണ്ട് ആളുകൾ പോയി ഇരുന്നാൽ നല്ല ഇന്നോവ കാർ കയറി വല്ല സുഖമായിട്ട് പോകും. ഇപ്പോ താറിടാത്ത റോഡ് ജീപ്പ് കയറ്റുന്നാടില്ല, ഫസ്റ്റ് കയറിയിട്ട് പിടിപ്പിക്കുമ്പോഴേ. കാരണം ഇറച്ചിയാ തിന്ന കുട്ടികളിപ്പോ പച്ചക്കറി കെട്ടുമ്പോ അമ്മമാര് നിങ്ങളാ കുട്ടികളുടെ ശരീരത്തെ വഷളാക്കുന്നത്. പച്ചക്കറി വെളുപ്പിയാ സാമ്പാർ വെളുപ്പിയാല് ഈ പ്രശ്നക്കാരുടെ അടുത്ത് പോയാൽ സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേന ചിന്തയിൽ വാരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരറ്റ് അങ്ങോട്ട്, മുരിങ്ങക്കായി ഇങ്ങോട്ട്, വെണ്ടക്ക ഇങ്ങോട്ട്, ചാറ് മാത്രം കൂട്ടി തിന്നു വന്നാൽ മീനിന്റെ ഇറച്ചിന്റെ പീസ് ഉണ്ടാകുകയും അല്ലേ? അതേ വേണ്ടു. തെറ്റാണ്. ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോ 2 കഷ്ണം പച്ചക്കറി കുട്ടിക്ക് കൊടുക്കണം. ഇല്ല അവന്റെ ഹോർമോൺ ബാലൻസ് തെറ്റും. ഒരു കഷ്ണം ഇറച്ചി തിന്നോട്ടെ, പക്ഷെ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ട് തിന്നാവൂ എന്ന് അവനോട് പറയണം. അത്തരത്തിൽ 10 കൊല്ലം കുളിമുറിയിൽ കാക്കൂസില്ല. ഇനി എത്രയാ ബാക്കി? 35 10 കൊല്ലം സുഖമില്ലാണ്ട് കിടക്കൂലേ? പലവിധ അസുഖം വന്ന് കിടക്കാൻ 10 കൊല്ലം വേണം. ഇനി 25 ബാക്കി. 10 കൊല്ലം നമ്മൾ മേക്കപ്പ് ചെയ്യണ്ടേ? ഷേവ് ചെയ്യാൻ, മീശ കട്ട് ചെയ്യാൻ, പൗഡർ ഇടാൻ, പൊട്ട് തൊടാൻ, മുടി ചെയ്യാൻ, പിരിയം പൊരിക്കാൻ, സാരിന്റെ മുന്താണിക്ക് പിന്നു കുത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? എത്ര സമയ? ഇതെല്ലാം കൂടി 10 കൊല്ലം പോയി. ഇനി 15 കൊല്ലം ബാക്കി. ആ 15 കൊല്ലം കുട്ടികളോട് പറയുക, ഈ മൊബൈൽ ഫോണിൽ 1000 കൊല്ലം ജീവിക്കുന്നവർക്ക് നോക്കിയാൽ തീരാത്ത സാധനം ഇതിലുണ്ട് എന്ന് പറയാം. 1000 കൊല്ലം നോക്കിയാൽ തീരാത്ത സാധനമുണ്ട്. അതുകൊണ്ട് സംതൃപ്തിയോടുകൂടി ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ താഴെ വെക്കാൻ പറ്റൂല. ഒന്ന് കഴിയുമ്പോ അപ്പുറത്തെ വേറെ വരൂ. അതുകൊണ്ട് അതാണ് നിങ്ങൾ വിളിച്ചാല് 5 മിനിറ്റ് എന്ന് പറയുന്നില്ലേ? കാരണം ഇത് തീർന്നില്ല. ഇത് ഏടെ തീരുന്ന് ഒരിക്കലും തീരൂല. അതുകൊണ്ട് പറയാ, ഇതിൽ തീരുവോ എന്നുള്ളതല്ല ചോദ്യം. എത്ര മിനിറ്റാണ് മൊബൈൽ കൊണ്ടിരിക്കുക? ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങ് വേറെ പരിപാടി വേണ്ട, നിങ്ങളും അവിടെ ഇരിക്കുക. കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തടഞ്ഞാൽ കുട്ടികൾക്ക് വിഷാദ രോഗം ഉണ്ടാവും. അതുകൊണ്ട് സമയം നിശ്ചയിക്കുക. എത്രയാ? 30 മിനിറ്റ്. അത് ഒരു 30 മിനിറ്റ്. ഏത് സമയം മുതൽ ഏത് സമയം വരെ? ആ സമയം കഴിഞ്ഞ ഒട്ടനെ മാറ്റുക. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങി ഉറപ്പുവരുത്തുക. മൊബൈൽ ഫോണ്, ടാബ്, പിന്നെ ഗാഡ്ജറ്റ് എല്ലാം, കമ്പ്യൂട്ടർ എല്ലാം ഉറങ്ങണം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ്. അല്ല കുട്ടികൾ പ്രൊജക്ട് ചെയ്യുന്ന പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങേണ്ട താമസം ആ പാതിരക്ക് രാത്രി ഒരു 11 മണി കഴിഞ്ഞാൽ കുറേ സാധനം ഇങ്ങ് വരും. അത് നെറ്റ് അയക്കുന്ന അവർക്ക് പൈസ വേണ്ടു. കാണുമ്പോൾ ഒരാകർഷണം തോന്നും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ ഹോർമോൺ കുത്താന്ന്. അന്നേരം തോന്നും ഒന്ന് ടച്ച് ചെയ്താൽ മതി, പിന്നെ കഴിഞ്ഞ് പിന്നെ അതാ വൈക്കല വരൂലേ, പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങി ഉറപ്പ് വരുത്തണം. അത്തരത്തിൽ അവന്റെ ജീവിതത്തിന്റെ സമയത്തെ മൂല്യം പറഞ്ഞു കൊടുക്കണം. സമയത്തിന്റെ മൂല്യം പറഞ്ഞു കൊടുക്കണം, കൃത്യമായി പറഞ്ഞു. എന്നിട്ട് അവന് പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്താനം പറയാ. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ, അവൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾക്ക് പറയാൻ ഒരു നാവ്, കേൾക്കാൻ 2 കാത് ഇല്ലേ? അപ്പൊ പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണം, പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണം. 2 കാതില്ലേ? അപ്പൊ പറയുന്നത് കേട്ടിരിക്കും. സ്കൂൾ വിട്ട് വന്നാൽ ഏത് തിരക്കുള്ള അമ്മയായാലും അച്ഛനായാലും സ്കൂളും വിട്ട് വന്ന കുട്ടികൾ സ്കൂളിലെ വിശേഷങ്ങൾ പറയുമ്പോ നിങ്ങൾ കേട്ടിരിക്കുക. അവൻ വലിയ തള്ളല തള്ളു, അന്നേരം പരിഹസിക്കരുത്. അപ്പം അതെയാ ഇല്ല, ഭയങ്കര അത്ഭുതത്തോടെ കേട്ടിരിക്കുമ്പോ എല്ലാം പറയുവോ. ഈ പറയാൻ ഇന്ന് കേൾക്കാൻ താല്പര്യമില്ലാത്ത രക്ഷിതാക്കളുടെ മക്കളാണ് മുട്ടായി കൊടുത്തത്. ആ മുട്ടായി പിന്നീട് ടേസ്റ്റ് മാറുന്ന മുട്ടായി ആകുന്ന വിവരമൊന്നും വീട്ടിൽ അറിയാതെ അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കുമ്പോ നമ്മൾ അറിയാം, എന്റെ മോനെ നീ ഇങ്ങനെ ആയി പോയോ, നമ്മൾ അറിയില്ലല്ലോ. അറിയാത്തത് അവന്റെ കുറ്റല്ല, നിങ്ങളുടെ കുറ്റ. അവനെ അറിയാൻ നിങ്ങൾ സമയം കൊടുത്തില്ല. അവനെ അറിയാൻ അല്പനേരം കേട്ടിരിക്കുക. അവന്റെ പാഠപുസ്തകങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. എന്തല്ല കഥയുണ്ടെന്നറിയാം കുട്ടികളെ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കഥ അല്ലാണ്ട് വേറെ എന്തൊക്കെ ഒന്ന് വായിച്ചിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം 2 പുസ്തകം വായിക്കാത്ത മാന്യന്മാരും മഹതികളും അവിടെ ഇരിക്കുന്നത്. കല്യാണം കഴിച്ചാൽ പിന്നെ പുസ്തകം തൊടാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പോലും. ഒന്ന് കുട്ടികളെ കഥയിലൊന്ന് വായിക്കും, ഒന്ന് അടുത്തിരിക്കും, ഓപ്പൺ ഹേർട്ട്. വർത്താനം പറയുമ്പോൾ ഒന്ന് മുന്നോട്ട് കുനി എന്നതിനോട് പറഞ്ഞു. അല്ലാതെ ഞാൻ ഈ വീട്ടിന്റെ മുതലാളിയാ, എങ്ങനെയാ നിൽക്കുക? എന്റെ വീടാ, എന്റെ പൈസ, ഇരിക്കുള്ള പൈസ ആയിരിക്കും വേണം. മുന്നോട്ട് കുനിയേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുന്നോട്ട് കുനിയുക. ടച്ച്, മക്കളെ തൊടണം. എത്ര വലുതായാലും മക്കളുടെ ചുമലിൽ കൈവെക്കുക, ചേർത്ത് പിടിക്കുക.
കെട്ടിപ്പിടിക്കും. വാത്സല്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വിചാരം അൽഫാം, കിൻഡർ ജോയ് ഇതൊക്കെയാ വാത്സല്യം എന്നല്ല. വത്സം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് വാത്സല്യം. കുട്ടികളെ ചേർത്ത് പിടിക്കണം. ഈ ചേർത്ത് പിടിക്കാഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള വൈകാരികമായ അസംതൃപ്തിയാണ്, അച്ഛനും അമ്മയും കെട്ടിപ്പിടിക്കാത്ത തൊടാത്തതിന്റെ വൈകാരികമായ അസംതൃപ്തിയാണ്. പല്ല് പൊരിയാൻ പഴയ പല്ല് പൊരിച്ച് സ്ഥലം കൊടുത്തില്ലേ കൊന്ത്രം വല്ലാവുമല്ലോ, അതുപോലെ വൈകാരികമായ അസംതൃപ്തിയാണ്. നാട്ടിൽ പോയിട്ട് ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് പീഡന കേസ് പ്രതിയാവുമ്പോൾ ഇങ്ങക്ക് തിരിയാം. നിങ്ങൾ കെട്ടിപ്പിടിക്കാത്തതിന്റെ ദുരന്തമാണ്. അതുകൊണ്ട് ടച്ച്, കണ്ണിൽ നോക്കുക. കണ്ണാണ് അവന്റെ പേഴ്സണാലിറ്റി. ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയാം, അല്ലാതെ എവിടെയെങ്കിലും നോക്കി പറയരുത്. മുന്നിൽ മുഖത്തോട് മുഖം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വട്ടത്തിലിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ വട്ടത്തിലിരുന്നാൽ എല്ലാവർക്കും എല്ലാവരെയും കാണാലോ. അതാണ് വട്ടമേശയുടെ പ്രത്യേകത. ഐ കോണ്ടാക്ട്. വർത്താനം പറയുമ്പോൾ തല കുലിക്കുക, നോഡിങ്, തല കുലിക്കുക. സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. SOFTEN, സോഫ്റ്റൻ. മനസ്സിലായോ? ഇത് ചെയ്താൽ മതി, നിങ്ങളെ മക്കളെല്ലാം നന്നാവും. നിങ്ങൾ ആരാ ഇത് ചെയ്യണ്ടേ? മക്കളാ, നമ്മൾ. അതുകൊണ്ട് ആരാ ആദ്യം മാറണ്ടേ? നമ്മൾ മാറും. സ്കൂള് വരണം, എന്തിന് കുറ്റം പറയാൻ? ടീച്ചറേ ഫോൺ നോക്ക്, ടീച്ചറേ ഉറക്ക, ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം വരുന്ന രക്ഷിതാവിനെ കാണുമ്പോ അങ്ങ് മൈതാനീന്റെ അപ്പുറത്ത് അമ്മേന്റെ അച്ഛന്റെ തലമുട്ട് കാണുമ്പോ കുട്ടിക്ക് എൻ്റെ അച്ഛൻ വരുന്നുണ്ട്, എൻ്റെ അമ്മ വരുന്നുണ്ട് എന്നൊരു ഒരു ഒരു ഉള്ളിലൊരു അനുഭൂതിക്ക് പകരം കാനനെ കെട്ടിക്കൊണ്ടേരുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടാവും ഉടച്ചു കൊടുക്കാൻ എന്ന് തോന്നലുണ്ടാവും. അതുകൊണ്ട് കുറ്റം പറഞ്ഞോ, പറയേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞോ. നിങ്ങളുടെ മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കരുത്. അലക്കക്കാര് വന്ന് ചോദിക്കൂ, എങ്ങനെയുണ്ട് മോന്റെ പഠിപ്പ്? എന്ത് പഠിപ്പ്? ഓനിയുടെ കളിയല്ലാണ്ട് പറയുന്ന എപ്പോ മൊബൈലിൽ മുട്ടി ഇരിപ്പല്ലേ എന്ന് ഒരിക്കലും ആരോടും പറയരുത്. അങ്ങനെയുണ്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞോ. മുഖത്ത് നോക്കി വിമർശിക്കുക, രഹസ്യമായി വിമർശിക്കുക, പരസ്യമായി പുകഴ്ത്തുക. മകനെ കുറിച്ച് പുറത്തുള്ള ആളുകളോട് നല്ല അഭിപ്രായം പറയുന്നത് മക്കൾ കേൾക്കണം. ഞാൻ മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അത് ഓൻ കേൾക്കട്ടെ. ഓന് വല്ലാത്ത സന്തോഷമായി. ഇവന് എന്താ കേൾക്കുന്നത്? എപ്പം നോക്കിയാലും കുറ്റം പറയുന്ന ഒരു അച്ഛനും അമ്മയും. ഇത് കുറ്റപ്പെടുത്തല്ല. അപ്പൊ സ്കൂളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക. ഇടയ്ക്ക് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭക്ഷണമില്ലേ? 8ലെ കുട്ടികൾ ഇടക്ക് വന്നിട്ട് ഒരു 1/2 കിലോ തക്കാളിയെല്ലാം വാങ്ങി വന്നിട്ട് കുറച്ച് ഇതും കൂടി മുറിച്ചിട്ട് തരാന്ന് പറഞ്ഞു. ഇടക്ക് സമയമുള്ളവരെ ഒന്ന് വന്നാലെന്താ? ഞാൻ ഈ ജില്ലാ പഞ്ചായത്ത് ഒരുപാട് പ്രസംഗവും ക്ലാസ്സൊക്കെ പോകുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂൾ ആഴ്ചയിൽ ഒരു ദിവസം, ഞാൻ ഇപ്പോൾ +2 പഠിക്കുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോകാത്ത ദിവസം ആഴ്ച ഉണ്ടാവും. ഒന്ന് പോയി വെറുതെ അവിടെ പോയി അവരുടെ കൂട്ടുകാരെല്ലാം ഉണ്ട്, അവരോടെല്ലാം വിശേഷം ചോദിക്കുക. കൂട്ടുകെട്ട് കുട്ടികളെ വഷളാക്കുന്നു എന്ന് പറയുന്നില്ലേ? അതുകൊണ്ട് കൂട്ടുകെട്ട് വേണ്ട എന്ന് പറയുന്നത് തലശ്ശേരിയെ മസൂദൻ ഡോക്ടർ ഉണ്ട്, ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, ശ്വാസം മുട്ടലിന്റെ സ്പെഷ്യലിസ്റ്റ്. അവിടെ ഒരാൾ, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ വല്ലാണ്ട് ശ്വാസം കഴിക്കുമ്പോൾ എല്ലാം ശ്വാസം മുട്ടുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞാൻ പിന്നെ ശ്വാസം കഴിക്കണ്ടാന്ന്. ശ്വാസം കഴിക്കുന്നതുകൊണ്ടല്ലേ മുട്ടുന്ന ശ്വാസം കഴിക്കണ്ട. അതുപോലെയാ കൂട്ടുകെട്ട് വഷളാവുന്നതുകൊണ്ട് കൂട്ടുകെട്ട് വേണ്ട എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കൂട്ടുകാർ കൂടിയേ തീരും. നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാരാന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചോ? മക്കളുടെ കൂട്ടുകാരാരെന്ന് അവരുടെ പേരും അവരുടെ വീടും അവരുടെ അച്ഛനാരാ അമ്മയാരാ അവരുടെ നമ്പറും നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്നിട്ട് മക്കളെ മുമ്പ് കൂട്ടുകാരുടെ രക്ഷിതാക്കളെ വെറുതെ വിളിക്കുക. എന്തല്ല ചായലെ കുറിച്ചാ? എന്നിട്ട് മോനെ മാർക്കെല്ലാം എങ്ങനെയുണ്ട്? സ്കൂളിൽ പോയിട്ട് ഇന്നലെ നേരത്തെ വന്നിനാ എന്ന് രക്ഷിതാക്കൾ പരസ്പരം കണക്ഷൻ ആകുമ്പോ. കഴിഞ്ഞ ദിവസം നിർമ്മലേരി കോളേജിലെ പിന്നെ വടക്കംമൂല അച്ഛനുണ്ട്, എന്നെ പഠിപ്പിച്ച വടക്കംമൂല അച്ഛൻ ക്ലാസ് പരീക്ഷ വെച്ചിട്ട് പേരാവൂരുള്ള മെൽവിനും കരിക്കോട്ടക്കരിയ ടോമിയും അന്ന് നേരം വരും. മെൽവിൻ എനിക്കറിയാം, മെൽവിന്റെ അഡ്രസ് ഇല്ല, ടോമിനെ കാണില്ല. ഇവര് രണ്ടാളും അന്ന് നേരം വൈകിട്ട് പറഞ്ഞു ബസ്സിന്റെ ടയർ പൊട്ടിയിട്ട് ആ നേരം വൈപ്പായിരുന്നു. അപ്പോ അച്ഛൻ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, പിന്നെ നാളെ പരീക്ഷ എഴുതിയാൽ മതി. ഇവർക്ക് വലിയ സന്തോഷമായി. നാളെ ഇങ്ങൾക്ക് മാത്രം ഒരു പരീക്ഷ. ഇപ്പൊ രണ്ടാളി അപ്പുറം ഇപ്പുറം ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യത്തെ ചോദ്യം, ബസ്സിന്റെ ഏത് ടയറാണ് പൊട്ടിയത്? രണ്ടാളും ഏത് ടയറാന്ന് ആലോചിച്ചിട്ടല്ലോ. ഇതാണെങ്കിലല്ലേ ടയർ കൃത്യമായിട്ട് പറയാൻ പറ്റൂ. അന്നേരം കുട്ടിക്ക് മനസ്സിലായത്. അതുപോലെ രക്ഷിതാക്കൾ പരസ്പരം അറിയുന്നുണ്ടെങ്കിൽ കുട്ടികൾ കളവ് പറയില്ല.
കുട്ടികൾ രക്ഷിതാക്കൾ കണക്ഷൻ ഉണ്ടെന്ന് അവരറിയണം. മനസ്സിലായി? അങ്ങനെ ബന്ധപ്പെടുക. പിന്നെ പഠന കാര്യങ്ങളിൽ നിങ്ങൾ പരീക്ഷയുടെ കാലത്ത് ദയവ് ചെയ്തിട്ട് പഠിക്കടാ എന്ന് പറയല്ലേ. ഈ പ്രായത്തിൽ കുട്ടികൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ നിഷേധം. ഈ അഡോളസൻസ് പീരീഡിൽ ADO എന്ന് പറഞ്ഞിട്ട് O എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. എന്ത് പറഞ്ഞാലും നിഷേധം. പഠിക്കടാ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ പഠിക്കൂലടാ എന്നാ തോന്നുക. പക്ഷെ പിന്നെ വേറെ പറഞ്ഞാൽ പിന്നെ ചോറ് കിട്ടൂല എന്ന് പേടിച്ചിട്ടാ പറയാത്തത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കടാ എന്ന് പറയരുത്. പഠിക്കടാ. ഇല്ലകളുടെ വില്ലകളാ. മക്കൾ പൈസക്ക് ചോദിച്ചാൽ, ഭക്ഷണത്തിന് ചോദിച്ചാൽ, ഫീസിന് ചോദിച്ചാൽ ഒന്നും ഇല്ല എന്ന് പറയില്ല, എല്ലാം കൊടുക്കും. പക്ഷേ നിങ്ങൾ അത്ര പ്രാവശ്യം ഇല്ല എന്ന് വീട്ടിൽ നിന്ന് പറയും. രാവിലെ തുടങ്ങൂല, എണീക്കുന്നില്ല, പല്ലിയേക്കുന്നില്ല, കുളിക്കുന്നില്ല, പഠിക്കുന്നില്ല, ഇല്ലേ ഇല്ലേ ഇല്ലേ. നെഗറ്റീവാ നിങ്ങളുടെ മനസ്സ്. നോക്കാം, ഞാനൊരു വാക്ക് പറയാം, ഒട്ടനെ അടുത്ത വാക്ക് നിങ്ങൾ പറയണം. മനസ്സിൽ എന്താ തോന്നുന്നു അപ്പ പറയണേ. ആലോചിച്ച് പറയാൻ നിൽക്കരുത്, ഒച്ചത്ത് പറയണം. ഞാനൊരു വാക്ക് പറയുന്നത് തൊട്ടടുത്ത വാക്ക് നിങ്ങൾ പറയണേ. റെഡിയല്ലേ? റെഡിയല്ലേ? ആരും മസിൽ പിടിക്കൂലല്ലോ, ഈഗോ ഇല്ലല്ലോ. ഒട്ടനെ പറയണേ. റെഡി? ഒരു കാലത്തും പറ നന്നാവില്ല, ഗുണം പിടിക്കില്ല എന്നല്ലേ മനസ്സിൽ വന്നേ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ട്. അത് തന്നെയാ കുട്ടികൾക്ക് പിടിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും മറ്റേ കാലത്തും ഇല്ലെന്നാണ്. ഒരു കാലത്തും മറ്റേ കാലത്തൂല്ല എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങളെ മനസ്സിൽ ഗുണം പിടിക്കൂല. ഈ ഒരു മനോഭാവം മാറ്റി, നെഗറ്റീവ് മാറ്റി. ഇല്ലേ പഠിക്കടാ എന്ന് പറയണ്ട. അവനെ പഠിക്കാൻ, സ്വയം പഠിക്കാൻ താല്പര്യമുണർത്തുക. സ്വയം പഠിക്കാൻ താല്പര്യമുണർത്തുക കേട്ടോ. അരമണിക്കൂറിന് അപ്പുറം പഠിക്കാൻ അനുവദിക്കരുതേ കുട്ടികളെ. അരമണിക്കൂർ പഠിച്ച ഉടനെ ബാബാ എഴുന്നേറ്റിക്കുക. എന്നിട്ട് ഒന്ന് പുറത്തെല്ലാം പോയി ഓന് കട്ട് നിന്നാൻ പറ്റിയ സാധനം എടിയും വെക്കണേ. കുട്ടികൾക്ക് ഭയങ്കര അടച്ചുറപ്പില് ബിസ്ക്കറ്റെല്ലാം വെച്ചിരിക്കുന്ന അമ്മമാരില്ലേ, ദുഷ്ടത്തികള്. കുട്ടിയൊക്കെ കട്ട് തിന്നാൻ പറ്റുന്ന വിധത്തിലേ സാധനം വെക്കാവൂ. കുട്ടികൾ അരമണിക്കൂറെല്ലാം പഠിച്ചിട്ട് മെല്ലെ വന്നിട്ട് വെള്ളുണ്ടിയെല്ലാം എടുത്ത് തിന്നണം. ഈ മറ്റേ ഇതെല്ലാം ഈ ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും പഴം അങ്ങനത്തെ എല്ലാം കൊണ്ടുവെക്കുക. എന്നിട്ട് അരമണിക്കൂർ പഠിച്ച് കുട്ടികൾ കുറച്ച് ഇതെല്ലാം ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നിട്ട് വീണ്ടും പോയിരിക്കട്ടെ. അല്ലാതെ ഒറ്റ ഇരിപ്പിരുന്നാൽ അതിനെ കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഇരിപ്പിരിക്കുക, കുറച്ചൊന്ന് എഴുന്നേറ്റ് വരിക, കുറച്ച് വർത്താനം പറയാ. പഠിച്ചോണ്ടിരിക്കുമ്പോൾ ചില രക്ഷിതാക്കൾക്കുണ്ട് ഒരു ചോർച്ചല്. എടാ നീ ഒന്ന് തേങ്ങ ഇരിച്ചട്ടെ, നീ ഒന്ന് പീടിയെ പോയട്ടെ. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പീടിയെ പോകണോ തേങ്ങ ഇരിക്കണോ അതെല്ലാം രാവിലെ പറയണം. ഇന്ന കാര്യങ്ങൾ ഇന്നത് ചെയ്യാൻ നിനക്കുണ്ട്, അത് നിന്റെ സമയം നോക്കി ചെയ്തു വെക്കണം. അല്ലാതെ ഇടയ്ക്ക് ഓരോന്നും പഠിച്ചുകൊണ്ട് കയറിയതെങ്കിലും ഒരു കണക്കിന്റെ അവസാന പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിന്റെ അടുത്തെത്തുമ്പാണ് തേങ്ങിച്ച എന്ന് പറഞ്ഞല്ലേ. ഇപ്പം മൈൻഡിയ എടുക്കുമ്പോ വിളിച്ചാൽ കേൾക്കൂല, വീഡിയോ എന്തോ ചെക്കന എന്ന് പറഞ്ഞാൽ ഇവന്റെ പ്രോബ്ലവും പ്രശ്നം അമ്മയും പ്രോബ്ലമായി. ഇവന്റെ കണക്കിന്റെ പ്രോബ്ലം അമ്മയുടെ പ്രോബ്ലം. ഏതാ വലിയ പ്രോബ്ലം അതാ പ്രശ്നം. ഏതാ സോൾവ് ചെയ്യേണ്ടത്? ഏകാഗ്രത കിട്ടൂല. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറയാം. നിനക്ക് ഇന്ന ഡ്യൂട്ടി ഉണ്ട്, അത് നിനക്ക് സമയമുള്ളപ്പോൾ ചെയ്തോ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എന്ന് പറയാം. അല്ലാതെ ഇടക്കിടയ്ക്ക് ചൊറിയുന്ന രക്ഷിതാക്കളാവരുത്. മക്കൾ ഉറങ്ങുമ്പോൾ അവരെ ഞെട്ടിപ്പിച്ച് വിളിക്കരുത് കേട്ടോ. മക്കൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. കാരണം ആ കുട്ടി ഉറക്കാൻ വേണ്ടി നമ്മളെത്തല്ല കഷ്ടപ്പെട്ടിട്ടില്ലേ. ഈ കുട്ടീനെ ഉറങ്ങുന്ന കാണുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കി ഇരിക്കുക. എന്ത് രസം നമ്മളെ മക്കൾ ഉറങ്ങുമ്പോൾ. ദുൽഖർ സൽമാൻ ഇത്ര സ്റ്റൈലിണ്ടാ ഇല്ല. നല്ല മക്കളല്ലേ, അവന്റെ നെറ്റിയിൽ വീടിയിരിക്കുന്ന മുടിയഴകളൊന്നും മാടി ഒതുക്കുക. तव शुभ आशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. അപ്പൊ ജയിപ്പിക്കണം, ജയ ഹേ. നമ്മളെ മക്കളെ ജയിപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ മാറുക. നമ്മുടെ വീടിന്റെ വ്യാകരണം ഇന്ന് മുതൽ മാറ്റുക. നാളെ മുതൽ മാറണ്ടേ? നാളെ മുതൽ നിങ്ങളെല്ലാം സ്വഭാവമെല്ലാം മാറിയാൽ കുട്ടികൾക്ക് എങ്ങടാ സ്കൂളിൽ പോകുന്നവരെ അച്ഛനും നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അവരറിയാതെ നിങ്ങൾ മാറുക. നിങ്ങൾ പലരും ഇവിടെ വന്നത് എന്റെ കുട്ടിക്ക് പറ്റിയ ഗുളികയുണ്ടോ മരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാ. എന്നാ പറ്റിയെന്നോ
നിങ്ങളുടെ കുട്ടിക്ക് പറ്റിയ ഗുളികയും മരുന്നും ആരാ ഉണ്ടാക്കണ്ടേ? നിങ്ങളാ ഉണ്ടാക്കണ്ടേ കേട്ടോ. ഞാൻ അതിന്റെ മരുന്ന് ആടെയുണ്ട് ഈടെയുണ്ട് ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു തന്നോ. ചില കുട്ടികൾക്ക് കഷായം വേണ്ടി വരും, ചിലയാൾക്ക് അരിഷ്ടം കൊണ്ട് മതിയാവും, ചിലയാൾക്ക് ഗുളിക വേണ്ടി വരും, ചിലയാൾക്ക് ചെറിയ ഓയിന്റ്മെന്റ് വരുത്തിയാൽ മതി. എന്താന്ന് തീരുമാനിക്കേണ്ട ആരാ? നിങ്ങളാ. കാരണം നിങ്ങളുടെ കുട്ടീനെ ആർക്കറിയാ? നിങ്ങൾക്കറിയില്ല, എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ പഠിക്കുക, നിങ്ങളുടെ കുട്ടികളെ വളരാനുള്ള ആകാശം ഒരുക്കി കൊടുക്കുക. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം മഹത്തായ സർവകലാശാലയാണ്. ആ ഒരു സർവകലാശാലയുടെ എല്ലാ സെറ്റപ്പും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുക. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നോ. അങ്ങനെ ആർദ്രതയിൽ വിളയുന്ന ഒരു കുടുംബമാണെങ്കിൽ ഒരു കുട്ടിയും ലഹരിക്ക് പുറകെ പോകില്ല. എന്നാൽ ശരീരത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കുന്ന കുടുംബമാകുമ്പോ, ശരീരം പദാർത്ഥല്ലേ ശരീരം. പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്. എന്താത്? ഖരം, ദ്രാവകം, വാതകം. ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ ആ 3 അവസ്ഥയെ അന്വേഷിച്ച് കുട്ടികൾ പോവുക. പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്തുന്ന 3 പദാർത്ഥങ്ങളുണ്ട്. ഏതാത്? ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക. കിട്ടിയോ? അതിന്റെ പുറകെ പോകുന്നതിന്റെ കാര്യം ഞാൻ ശരീരമാണെന്ന ചിന്ത കൊണ്ടാണ്. ശരീരം ലഘുവാണ്, മനസ്സ് ഗുരുവാണ്.